താങ്ക് യു വെരി മച്ച്. അടുത്തതായി നമ്മളോട് സംസാരിക്കുവാൻ ബാലാജി സാറിനെ ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഒരു ഷോർട്ട് ഫിലിമിൻ്റെ പ്രിവ്യൂ എന്ന് പറയുന്നത് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ അങ്ങനൊരു സംഭവത്തിൽ പങ്കെടുക്കുന്നത്. കാരണം ഇപ്പോൾ സിനിമയുടെ പോലും പ്രിവ്യൂ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അതിൻ്റെ പണ്ടൊക്കെ ഉണ്ടാകുന്നു സിനിമകൾക്ക് പൂജ എന്ന് പറഞ്ഞിട്ട് കുറേ പൈസ ഇങ്ങോട്ട് ചിലവാക്കും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതുപോലും ഇല്ല. ഇപ്പോൾ സിനിമ ഷൂട്ടിങ്ങിൻ്റെ ദിവസം തന്നെയാണ് പൂജ. കാരണം ഇന്ന് സിനിമ ആസ്വാദനം എന്ന് പറയുന്നത് പല രീതിയിൽ മാറിയിട്ടുണ്ട്. വീട്ടിലിരുന്ന്, മൊബൈലിലിരുന്ന്, ലാപ്ടോപ്പിലിരുന്ന് ഒക്കെ കാണാൻ പറ്റുന്ന സൗകര്യങ്ങളുള്ളപ്പോൾ ആരും അങ്ങനെ തിയേറ്ററിൽ പോകാറില്ല. നല്ല സിനിമയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പോവും. പക്ഷേ ഇതൊരു നൊസ്റ്റാൾജിയ മൂമെൻ്റാണ്. കാരണം ഇതുപോലെ പണ്ട് പ്രിവ്യൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോയിട്ടുണ്ട്. കുറേ ആൾക്കാർ അത് ആദ്യമായിട്ട് നമ്മളിപ്പോൾ അഭിനയിക്കുന്ന ആൾക്കാരും സാങ്കേതിക പ്രവർത്തകരും എല്ലാം ഒന്നിച്ചിരുന്ന് ആ സിനിമ കാണുന്നു. കാണികൾ വന്ന് അഭിപ്രായം പറയുന്നു. നമുക്ക് ഡയറക്റ്റ് കിട്ടും. അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ മനസ്സിന് സന്തോഷം നൽകുന്ന ഒന്നാണ്. ഇന്ന് അതിനേക്കാൾ ഉപരി എനിക്ക് വളരെയധികം സന്തോഷം നൽകുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊച്ചുനാളിൽ ഒരുമിച്ച് നമ്മളൊക്കെ ഈ കൊളോക്കിയൽ ലാംഗ്വേജിൽ പറഞ്ഞാൽ ലങ് പറയും. അങ്ങനെയുള്ള കൊച്ചുനാൾ പോലെയുള്ള എൻ്റെ സുഹൃത്താണ് ഇതിനകത്ത് പ്രധാന വേഷം ചെയ്തിരിക്കുന്നത്, സുരേഷ്. എൻ്റെ തന്നെ നമ്മുടെ കൂടെ കളിച്ചു വളർന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഷായി ചേട്ടനുണ്ട്, അനിയുണ്ട്, സന്തോഷുണ്ട്, വേറെ ആരും ഞാൻ കണ്ടില്ല, വീരൻ ചേട്ടനുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. സുരേഷ് വിത്ത് ഫാമിലിയാണ് വന്നിരിക്കുന്നത്. രാധികയുടെ കണ്ണിലൊക്കെ തിളക്കം, എന്താണ് എൻ്റെ ചേട്ടൻ ചെയ്യാൻ പോകുന്നത് എന്ന് ഒരു തിളക്കമുണ്ട്. ഇപ്പം തിളക്കം നന്നായി വർദ്ധിക്കട്ടെ. പണ്ട് ഞങ്ങൾ മിമിക്രി കളിക്കാൻ ഞാൻ കൊച്ചുനാൾ പോലെ എനിക്ക് അസുഖമുണ്ട്. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മിമിക്രി, മോണാക്ട് എന്ന് പറഞ്ഞ് കലാപ്രവർത്തനങ്ങളിൽ ഞാനുണ്ട്. അപ്പോൾ ഞാൻ വിജയമോഹനുവിൽ ക്വാർട്ടേഴ്സിൽ നിന്നും ഒരു 6ാം ക്ലാസ്സിലാണ് ഞാൻ വട്ടവളയിലേക്ക് വരുന്നത്. വട്ടവളയിൽ വരുമ്പോൾ ഒരു പയ്യൻ ഭയങ്കര കോമഡി, ആൾക്കാരെ കളിയാക്കൽ, മിമിക്രി കാണിക്കൽ, ആരെയും കളിയാക്കുക, ആരെയും ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു പയ്യൻ. ആ പയ്യനുമായിട്ട് ഞാൻ സൗഹൃദത്തിലാവുന്നു. ആ പയ്യനാണ് സുരേഷ്. പിന്നീട് ഞാൻ നോക്കുമ്പോൾ ഇയാൾക്ക് എന്തോ അഭിനയത്തിൻ്റെ അസുഖം ഇയാൾക്ക് ഉള്ള പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ വിജയമോഹനുവിൽ സെലിബ്രേഷനിൽ, വിജയമോഹനുവിൽ എല്ലാ വർഷവും ഉത്സവങ്ങളും സെലിബ്രേഷനും ആ ക്ലബ്ബിലെ ആഘോഷങ്ങൾ നടക്കുമ്പോൾ ഞങ്ങളായിരുന്നു മിമിക്രി കൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ പയ്യനെ ഞാൻ കൊണ്ടുപോയി അവിടെ പോയിട്ട് ഫസ്റ്റ് ഡേ 2 ദിവസം റിഹേഴ്സൽ കഴിഞ്ഞപ്പോൾ ഇയാൾ പൊതുവേ ഒരു ഷൈ ആയിട്ടുള്ളൊരാളാണ്. പുള്ളി പിന്നെ വരുന്നില്ല. കാരണം പുള്ളിക്ക് പറ്റുന്നില്ല എന്നൊരു തോന്നൽ. അപ്പോൾ അന്ന് എനിക്ക് സുരേഷിൻ്റെ അച്ഛൻ രാമൻ മാമനാണ് എൻ്റെ അടുത്ത സുഹൃത്ത്. അപ്പോൾ രാമൻ മാമൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇതാ ഇവൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ബാലാജിയുടെ ഭാഷയിൽ പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ഭാഷയിൽ നല്ല കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവനെ കൊണ്ടുപോയി. അന്നത്തെ പരിപാടിയിൽ ഏറ്റവും കൂടുതൽ കയ്യടി വാങ്ങിച്ചത് സുരേഷാണ്. അതിനുശേഷം പിന്നീട് ഞാൻ എയർഫോഴ്സിൽ